വേഗം വന്നിട്ടോ സംഗതി ആ കുഴപ്പം എന്തുട്ടാന്ന് കാര്യം സംഗതി ലൈവാണ്. ഈ വർഷത്തെ SLC റിസൾട്ട് വന്നപ്പോൾ വിജയ ശതമാനം 99% ആയിരുന്നു. വർഷത്തെ SLC റിസൾട്ട് വന്നപ്പോൾ വിജയ ശതമാനം 99% ആയിരുന്നു. അപ്പൊ ഇത് കാണിക്കുന്നത് നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഏറ്റവും ബെസ്റ്റ് ആണെന്നാണോ അതോ മറ്റെന്തെങ്കിലും റീസൺസ് കാരണമാണോ? കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയോ ഒന്നും ആവശ്യമില്ല. ഇപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? ഒളിമ്പിക്സ് മത്സരത്തിൽ ഓടുന്നവർക്ക് എല്ലാ സ്വർണ്ണ മെഡൽ കൊടുക്കാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? കിണറ്റിലെ തവള കിണറിന്റെ ഒരു സൈഡിലെ കല്ലിൽ നിന്ന് മറ്റേ മൂലയ്ക്ക് കല്ലിലേക്ക് ഒരു ചാട്ടം ചാടിയിട്ട് ചോദിച്ചു, കടൽ എന്ന് പറഞ്ഞാൽ ഇത്രയും വരുവോ എന്ന്. ലോകം കണ്ടവനും കാണാത്തവനും തമ്മിൽ ഈ ചോദ്യമാണ് വ്യത്യാസപ്പെടുത്തുന്നത്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? മുഴുത്ത അസൂയ. നാട്ടിൽ ഇപ്പോഴും പഴയ ചില ആൾക്കാർ പറയുന്നുണ്ട്, കണ്ട നീ അങ്ങ് മാറി നിരി, കേട്ട ഞാൻ പറയാം. എന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. നാട്ടിൽ ഇപ്പോഴും പഴയ ചില ആൾക്കാർ പറയുന്നുണ്ട്, കണ്ട നീ അങ്ങ് മാറി നിരി, കേട്ട ഞാൻ പറയാം. അതിന് സന്തോഷ് ജോർജ് കുളങ്ങരയെ കിട്ടില്ല. അത് ചേട്ടൻ കലക്കി. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയെ? ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അയാൾക്ക് തന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ?